നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. LDF-ൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. UDF-ൽ പലയിടത്തും അന്തിമ രൂപമായില്ല. LDF-ഉം NDA-യും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണവും തുടങ്ങി. കുന്നംകുളത്ത് ഇടത് പട്ടികയിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ നിലവിലെ പട്ടികയിൽ നിന്ന് 5 പേർ മത്സരരംഗത്ത്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മണ്ഡലമാസാരംഭം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് കർശനമായ കോവിഡ് നിയന്ത്രണങ്ങളോടെ തുടക്കമായി. മണ്ഡലകാലത്ത് തീർത്ഥാടകരില്ലാതെ ഗുരുഭവനപുരി. ക്ഷേത്രത്തിൽ മണ്ഡലശുദ്ധി സമാപിച്ചു. പഞ്ചഗവ്യ അഭിഷേകം തുടങ്ങി. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട കാർ 3 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് സമീപത്തെ കടയിലേക്ക് കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കായ്പ്രമ്പ് ബാറിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ 2 പേർക്ക് പരിക്ക്. വാർത്തയിലാദ്യം നാട്ടങ്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കുന്നംകുളം നഗരസഭയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 37 വാർഡുകളുള്ള ഭരണസമിതിയിൽ CPM 33 വാർഡുകളിലും NCP 2 വാർഡിലും CPI ഇടത് സ്വതന്ത്രൻ എന്നിവർ ഓരോ സീറ്റിലും മത്സരിക്കും. CPI ആർത്താറ്റ് സൌത്തിലും NCP നെഹ്റു നഗറിലും ടൗൺ വാർഡിലും ഇടത് സ്വതന്ത്രൻ ശാന്തി നഗറിലുമാണ് മത്സരിക്കുന്നത്. CPIക്ക് അനുവദിച്ച ആർത്താറ്റ് സൌത്ത് ഒഴികെ 36 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർമാൻ PM സുരേഷ്, കൗൺസിൽ അംഗങ്ങളായ AS സുജീഷ്, വിദ്യാരഞ്ജിത്ത്, പ്രിയ സജീഷ് എന്നിവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സീതാ രവീന്ദ്രൻ 24 വാർഡ് ചീരംകുളത്തും, PM സുരേഷ് 5 വാർഡ് വൈശ്ശേരിയിലും, MS സുജീഷ് വാർഡ് 1 മുതുവമ്മലിലും, വിദ്യാരഞ്ജിത്ത് വാർഡ് 34 ചിറ്റഞ്ഞൂരിലും, പ്രിയ സജീഷ് വാർഡ് 29 ആർത്താറ്റ് സൗത്തിലുമാണ് മത്സരിക്കുന്നത്. വാർഡ് 2 കിഴൂർ സൗത്തിൽ കസ്തൂരി സത്യൻ, 3 കിഴൂർ നോർത്തിൽ സൗമ്യാനിൽ, 4 കിഴൂർ സെൻറ്ററിൽ സജിനി പ്രമൻ, 6 നടുപ്പന്തിയിൽ ദിവ്യ സഞ്ജയൻ, 7 കക്കാട് രാഖി പ്രഭാകരൻ, 8 മുനിമടയിൽ VB ബിന്ദു, 9 സിൻസി ജോർജ്, 10 അയ്യപ്പത്ത് റോഡിൽ അഡ്വക്കേറ്റ് ബീന അശോക്, 11 ചെറുകുന്നിൽ സുദീപ് അച്യുതൻ, 12 ഉരുളിക്കുന്നിൽ EC രമേശൻ, 13 ചൊവ്വന്നൂരിൽ പ്രവീണ ഭവേഷ്, 14 മലങ്കരയിൽ KK ദേവദാസ്, 16 കാണിപ്പയ്യൂരിൽ പ്രമിത വിനായകൻ, 17 ആനായിക്കലിൽ MV വിനോദ്, 18 കാണിയാമ്പാലിൽ VK സുനിൽകുമാർ, 21 തെക്കേപ്പുറത്ത് ശശികല അനിരുദ്ധൻ, 22 കുറുക്കൻപാറയിൽ AS സനൽ, 25 പൊർക്കളേങ്ങാട് TB ബിനീഷ്, 26 ഇഞ്ചക്കുന്ന് PK ഷബീർ, 27 വാർഡ് ചെമ്മണ്ണൂർ നോർത്തിൽ PV സജീവൻ, 28 ചെമ്മണ്ണൂർ സൗത്തിൽ ഷീജ ഭരതൻ, 30 തെക്കൻ ചിറ്റഞ്ഞൂരിൽ MM മാളവിക, 31 അഞ്ഞൂർക്കുന്നിൽ പുഷ്പ മുരളി, 32 അഞ്ഞൂരിൽ ജിനി മണികണ്ഠൻ, 33 കാവലക്കാട് അഭിജിത്ത് അശോകൻ, 35 ആലത്തൂരിൽ ശ്രീലക്ഷ്മി വാസുദേവൻ, 36 അഞ്ഞൂർ പാലത്ത് റെജി ബിജു, 37 വടുതലയിൽ ഷെക്കീന മിൽസ എന്നിവരാണ് CPIM പ്രതിനിധികളായി മത്സരരംഗത്തുള്ളത്. NCP മത്സരിക്കുന്ന വാർഡ് 15 ടൗൺ വാർഡിൽ ജിജോ മാളിയക്കൽ, 19 നെഹ്റു നഗറിൽ EA ദിനമണി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. വാർഡ് 20 ശാന്തി നഗറിൽ ഇടത് സ്വതന്ത്രനായി CV പോൾ മത്സരിക്കും. ഏതാണ്ട് 30 വയസ്സിന് താഴെയുള്ള 7 പേർ ഈ കൗൺസിലിൽ അംഗങ്ങളാണ്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവജനങ്ങളുമായിട്ടുള്ളവർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ അംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഭരണ മികവുള്ള വ്യക്തികളെ എന്ന നിലയിലേക്ക് തന്നെയാണ് ഞങ്ങൾ നഗരസഭയുടെ മുൻ ചെയർമാനും വൈസ് ചെയർമാനും ഈ കൗൺസിലിൽ ഉണ്ടാകണം എന്ന നിലയിൽ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിലും എല്ലാ മേഖലയിലേക്ക് ജനങ്ങളെയും ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യമായിട്ടുള്ള എല്ലാ പരിഗണനയും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും നടത്തി. നഗരസഭാ ഓഫീസിൽ റിട്ടേണിംഗ് ഓഫീസർമാരായ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ PD സിന്ധു, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ MP ഷോജൻ എന്നിവർ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CCTV ന്യൂസ് കുന്നംകുളം. ചൂണ്ടൽ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി പഞ്ചായത്ത് ഓഫീസിലെത്തി. ഇടതുമുന്നണിയുടെ 18 സ്ഥാനാർത്ഥികളും തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സ്ഥാനാർത്ഥികൾക്ക് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തി. സമയക്രമം പാലിച്ചാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തിയത്.
വരണാധികാരി സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ PM പ്രഭു, ഉപവരണാധികാരി കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറി PA ഷൈല എന്നിവർ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടത് സ്ഥാനാർത്ഥികളെ കൂടാതെ 5 വാർഡുകളിലെ NDA സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 1-ാം വാർഡ് സ്ഥാനാർത്ഥി സുരേന്ദ്രൻ പുളിക്കൽ, 4-ാം വാർഡിൽ KG മണികണ്ഠൻ, 5-ാം വാർഡിൽ അശ്വതി സുജിത്, 6-ാം വാർഡിൽ UK ഗോപി, 16-ാം വാർഡിൽ PR നഗീഷ് എന്നിവരാണ് തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച NDA സ്ഥാനാർത്ഥികൾ. പുന്നയൂർ പഞ്ചായത്തിലെ ആദ്യ നാമനിർദ്ദേശ പത്രിക LDF സ്ഥാനാർത്ഥി TV സുരേന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷിന് സമർപ്പിച്ചു. CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും 15-ാം വാർഡ് സ്ഥാനാർത്ഥിയുമാണ് TV സുരേന്ദ്രൻ. രാവിലെ 11 മണിക്ക് ലോക്കൽ കമ്മിറ്റി മെമ്പർ KK മജീദിന്റെയും പഞ്ചവടി ബ്രാഞ്ച് സെക്രട്ടറി MK നബീൽ, പ്രവർത്തകരായ VH ആരിഫ്, MK സാമിൽ എന്നിവരുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോവിഡ് സുരക്ഷയുടെ ഭാഗമായി സ്ഥാനാർത്ഥിയടക്കം 3 പേർ മാത്രമാണ് സെക്രട്ടറിയുടെ ചേംബറിനകത്ത് കയറിയത്. പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ പത്രികാ സമർപ്പണം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി. 16-അംഗ ഭരണസമിതിയിലേക്ക് CPIM 14 വാർഡിലും CPI NCP എന്നീ കക്ഷികൾ ഓരോ വാർഡുകളിലുമാണ് മത്സരിക്കുന്നത്. പഞ്ചായത്തിലെ 1-ാം വാർഡ് ചൊവ്വല്ലൂർ വെസ്റ്റിൽ രാജി വേണു, 2-ാം വാർഡ് ചൊവ്വല്ലൂരിൽ ഷക്കീല ഷെമീർ, 3-ാം വാർഡ് കണ്ടാണശ്ശേരിയിൽ NS ധനൻ, 4-ാം വാർഡ് അരികന്നിയൂരിൽ നിവ്യ റനീഷ്, 5-ാം വാർഡ് കലാനഗറിൽ PK അസീസ്, 6-ാം വാർഡ് കൂനമൂച്ചിയിൽ അഡ്വക്കേറ്റ് സിന്ധു ഷാജി, 7-ാം വാർഡ് വെട്ടുകാട് മിനി ജയൻ, 8-ാം വാർഡ് ആളൂരിൽ NA ബാലചന്ദ്രൻ, 11-ാം വാർഡ് മറ്റം വെസ്റ്റിൽ റെൻസൺ ഇമ്മട്ടി, 12-ാം വാർഡ് വല്യാടംകരയിൽ MR വർഗീസ്, 13-ാം വാർഡ് വടുതലയിൽ VR ശരത്, 14-ാം വാർഡ് നമ്പഴിക്കാട് സുമതി ഹരിദാസ്, 15-ാം വാർഡ് ശങ്കരംകുളത്ത് ജയന്തി രാധാകൃഷ്ണൻ, 16-ാം വാർഡ് ആയിരംകുളത്ത് ഷീബ ചന്ദ്രൻ എന്നിവരാണ് CPIM-നായി മത്സരിക്കുന്നത്. NCPക്ക് അനുവദിച്ച 9-ാം വാർഡ് തിരുവത്ര കണ്ടിയൂരിൽ ബീന ജോസും CPIക്ക് അനുവദിച്ച 10-ാം വാർഡ് മറ്റത്ത് ബിനോയ് കാക്കശ്ശേരിയും മത്സരിക്കും. തിങ്കളാഴ്ച രാവിലെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചൊവ്വന്നൂർ ബ്ലോക്ക് ഡിവിഷനുകളായ കണ്ടാണശ്ശേരിയിൽ CPIM-ലെ KG പ്രമോദും മറ്റം ഡിവിഷനിൽ CPI-യിലെ ശാരി ശിവനുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചരണ രംഗത്ത് സജീവമായെങ്കിലും UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം അവസാനഘട്ടത്തിലാണ്. CCTV ന്യൂസ്, കേച്ചേരി. കടവല്ലൂർ പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സജീവം. LDF-ഉം UDF-ഉം ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താതെ തന്നെ പത്രികാ സമർപ്പണം തുടങ്ങി. BJP 7 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ 28 പത്രികകളാണ് എത്തിയത്. റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപിൽ 4 പത്രികകളും എത്തിയിരുന്നു. പഞ്ചായത്തിലെ 20 വാർഡുകളിലുമായി 80ഓളം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. കടപ്പുറം പഞ്ചായത്തിലെ ആദ്യഘട്ട മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പഞ്ചായത്തിലെ 11 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ബാക്കി വരുന്ന 5 വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കും. നിലവിലെ ഭരണസമിതിയിലെ ആരും തന്നെ സ്ഥാനാർത്ഥികളായിട്ടില്ല. മുസ്ലിം ലീഗിന് വ്യക്തമായ ആധിപത്യമുള്ള പഞ്ചായത്താണ് കടപ്പുറം പഞ്ചായത്ത്. അഞ്ചങ്ങാടി സൽവാർ റീജൻസിയിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം ലീഗ് സംസ്ഥാന സെക്രട്ടറി CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കരീം ഹാജി അധ്യക്ഷത വഹിച്ചു. 4-ാം വാർഡിൽ നാസിഫ്, 6-ൽ VP മൻസൂർ അലി, 8-ൽ ഹസീന താജുദ്ദീൻ, 9-ൽ ഷർബീന ഷംസു, 10-ൽ സുഹൈൽ തങ്ങൾ, 11-ൽ സാലിഹ ഷൌക്കത്ത്, 12-ൽ ശുഭ ജയൻ, 13-ൽ TR ഇബ്രാഹിം, 14-ൽ സഫ്ന നൌഫൽ, 15-ൽ PH തൌഫീഖ്, 16-ൽ സുനിത പ്രസാദ് എന്നിവരാണ് മത്സരിക്കുന്നത്. പ്രഖ്യാപന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി RK ഇസ്മായിൽ, PK അബൂബക്കർ, RS മുഹമ്മദ് മോൻ, അഷ്റഫ് തോട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിറകെ കണ്ടാണശ്ശേരിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 16 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ പഞ്ചായത്ത് ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 16-അംഗ ഭരണസമിതിയിൽ 14 പേർ CPIM-നായും CPI, NCP എന്നീ കക്ഷികൾ ഓരോ സീറ്റിലുമാണ് മത്സരിക്കുന്നത്. മുൻ ഭരണസമിതിയിൽ നിന്ന് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിനി ജയൻ മാത്രമാണ് LDF പട്ടികയിൽ ഇടം നേടിയത്. പഞ്ചായത്ത് വരണാധികാരി കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ലിനറ്റ് വാലന്റർ, ഉപവരണാധികാരി പഞ്ചായത്ത് സെക്രട്ടറി V ലേഖ എന്നിവർ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 18 വാർഡുകളിൽ 15 വാർഡിൽ CPM-ഉം 2 വാർഡിൽ CPI-യും 1 വാർഡിൽ NCP-യുമാണ് മത്സരിക്കുന്നത്. CPI 1, 3 വാർഡുകളിലും NCP 16 വാർഡിലുമാണ് ജനവിധി തേടുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മങ്ങാട് ഡിവിഷനിൽ CPM-ലെ PA മാത്യുവും എരുമപ്പെട്ടി ഡിവിഷനിൽ CPM-ലെ VC ബിനോജ് മാസ്റ്ററും
ചിറ്റണ്ട ഡിവിഷനിൽ CPIയുടെ പുഷ്പ രാധാകൃഷ്ണനുമാണ് മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷനിൽ ജലീൽ ആദൂരാണ് LDF സ്ഥാനാർത്ഥി. പഞ്ചായത്തിൽ വാർഡ് 1 എരുമപ്പെട്ടിയിൽ ആയിഷ സുരയ്യ, 2 പതിയാരം PT ജോസഫ്, 3 നെല്ലുവായ് നോർത്തിൽ AL ജോണി ആളൂർ, 4 കുട്ടഞ്ചേരിയിൽ സ്വപ്ന പ്രദീപ്, 5 വാർഡ് മുരിങ്ങത്തേരിയിൽ NP അജയൻ, 6 വാർഡ് മങ്ങാട് റീബ ഷൈജു, 7 വാർഡ് എടക്കാട് ES സുരേഷ്, 8 വാർഡ് മുട്ടിക്കൽ PM സജി, 9 ചിറ്റണ്ടയിൽ ബിന്ദു ഗിരീഷ്, 10 തൃക്കണപതിയാരത്ത് S ബസന്തലാൽ, 11 വാർഡ് കുണ്ടന്നൂർ ചുങ്കം ഷീജ സുരേഷ്, 12 വാർഡ് കൊടുമ്പ് KV ബബിത, 13 കാഞ്ഞിരക്കോട് കൊടുമ്പിൽ മുരളി, 14 കുണ്ടന്നൂർ സൗത്ത് AK കണ്ണൻ, 15 കോട്ടപ്പുറം JC തോമസ്, 17 വാർഡ് നെല്ലുവായ് സൗത്തിൽ KM അഷ്റഫ്, 18 വാർഡ് കരിയന്നൂരിൽ നസീബ മുസ്തഫ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. വാർഡ് 16-ലെ NCP സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കും. LDF പഞ്ചായത്ത് കൺവീനർ MS സിദ്ധൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷനായി. KV ശങ്കരനാരായണൻ, UK മണി, OB സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. സീറ്റ് വിഭജനത്തിൽ അതൃപ്തി. എരുമപ്പെട്ടിയിൽ LDF സംവിധാനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ NCP തീരുമാനിച്ചു. NCP കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന 1-ാം വാർഡിൽ മത്സരിക്കുവാൻ ഉഭയകക്ഷി ചർച്ചയിൽ സമ്മതിക്കുകയും പിന്നീട് നിഷേധിക്കുകയുമായിരുന്നുവെന്ന് നേതൃത്വം അറിയിച്ചു. പകരം അനുവദിച്ച 16-ാം വാർഡിൽ ആത്മാഭിമാനം പണയം വെച്ച് പാർട്ടിയുമായി ബന്ധമില്ലാത്തവരെ മത്സരാർത്ഥികളാക്കേണ്ടതില്ലെന്ന് NCP മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. LDF നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടിലും നയലംഘനത്തിലും പ്രതിഷേധിച്ചാണ് LDF-ൽ നിന്നും വിട്ടുനിൽക്കാൻ NCP തീരുമാനിച്ചതെന്ന് മണ്ഡലം പ്രസിഡന്റ് A. വിജയൻ അറിയിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ BJPയുടെ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നു. 1-ാം വാർഡിൽ നിന്ന് വർഷ മണികണ്ഠൻ, 2-ാം വാർഡിൽ തുളസി ഫൽഗുണൻ, 3-ൽ ഷീജ രാധാകൃഷ്ണൻ, 4-ാം വാർഡിൽ MK ഷൺമുഖൻ, 5-ാം വാർഡിൽ ബോഷി ചാണാശ്ശേരി, 6-ൽ K ഗണേഷ് എന്നിവരാണ് പഞ്ചായത്ത് സെക്രട്ടറി TK ജോസഫ് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗണേഷ് ശിവജി, ജനറൽ സെക്രട്ടറി രാജേഷ് ആച്ചി, KG രാധാകൃഷ്ണൻ, BJP മണ്ഡലം സെക്രട്ടറി KR ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 12-14 വാർഡുകളിൽ CPIയും വാർഡ് 5-ൽ NCPയുമാണ് മത്സരിക്കുന്നത്. ചൊവ്വന്നൂർ ബ്ലോക്ക് വേലൂർ ഡിവിഷനിൽ CPM സ്ഥാനാർത്ഥി സ്വപ്ന റഷീദും വെള്ളർക്കാട് ഡിവിഷനിൽ CPI സ്ഥാനാർത്ഥി ലളിത ഗോപിയുമാണ് ജനവിധി തേടുന്നത്. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KD ബാഹ്ലൈൻ മാസ്റ്റർ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് CK കുഞ്ഞിപ്പുറഞ്ചു അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KV ഫ്രാൻസിസ്, KM മൊയ്തു, P മോഹൻദാസ്, AL ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് 1 പാത്രമംഗലത്ത് കർമ്മല ജോൺസൺ, 2 വെള്ളാറ്റഞ്ഞൂർ നോർത്തിൽ KV വിശ്വംഭരൻ, 3 തയ്യൂരിൽ വിമല നാരായണൻ, 4 പഴവൂരിൽ ബുഷ്ര അഷ്റഫ്, 5 കോടശ്ശേരിയിൽ ജോസഫ് അറക്കൽ, 6 വെങ്ങലശ്ശേരിയിൽ KC ബാബു, 7 അർണോസ് നഗറിൽ അനിത മോഹനൻ, 8 കുട്ടംകുളത്ത് TR ഷോബി, 9 കിരാലൂരിൽ ഷീല ജോസ്, 10 കുറുമാൽ വെസ്റ്റിൽ സിന്ധു മുരളി, 11 കുറുമാൽ ഈസ്റ്റിൽ ശുഭ അനിൽകുമാർ, 12 വെങ്ങലശ്ശേരി വെസ്റ്റിൽ MR സതീശൻ, 13 വെള്ളാറ്റഞ്ഞൂർ സൗത്തിൽ CF ജോയ്, 14 വേലൂരിൽ പത്മിനി രാമകൃഷ്ണൻ, 15 തലക്കോട്ടുകരയിൽ ബിന്ദു ശർമ്മ, 16 തണ്ടിലത്ത് PA സുബ്രഹ്മണ്യൻ, 17 പുലിയന്നൂരിൽ ഷേർലി ദിലീപ് കുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. CCTV ന്യൂസ്, വേലൂർ. വേലൂർ പഞ്ചായത്തിലെ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 1-ാം വാർഡിൽ ഭാഗ്യം സുരേന്ദ്രൻ, 12-ൽ ശിവദാസൻ പെരുവഴിക്കാട്ട്, 14-ാം വാർഡിൽ ശോഭന മുരളി, 16-ാം വാർഡിൽ ധനേഷ് താഴ്ശ്ശേരി എന്നിവരാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുന്നിൽ പത്രിക സമർപ്പിച്ചത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ കോട്ടപ്പടിക്കൽ, ജനറൽ സെക്രട്ടറി സനിൽ വേലൂർ, സെക്രട്ടറി സുജീഷ് മണലിക്കാവ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിത്തു തയ്യൂർ, രാജൻ സൗവർണിക എന്നിവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ആകെയുള്ള 13 വാർഡിൽ 12 വാർഡിൽ CPIയും 1 വാർഡിൽ NCPയും മത്സരിക്കും. 1-ാം വാർഡ് മാഞ്ചേരിയിൽ അഡ്വക്കേറ്റ് NS സുമേഷ് ഇത് 2-ാം തവണയാണ് മത്സരിക്കുന്നത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. 2-ാം വാർഡ് ചൊവ്വന്നൂർ KU ബിബിൻ, 3-ാം വാർഡ് പൂശപ്പള്ളി KK ആഷിഖ്, 4-ാം വാർഡ് വെള്ളിത്തിരുത്തി PK സത്യവതി, 5-ാം വാർഡ് പഴുനാന A മിനി, 6-ാം വാർഡ് പഴുനാന തെക്കേമുറി അബ്ദുൾ ജലീൽ മാസ്റ്റർ, 7-ാം വാർഡ് ചെമ്മന്തിട്ട K ഗൌരി, 8-ാം വാർഡ് പുതുശ്ശേരി സൗത്ത് TL ലില്ലി ജോസ്, 9-ാം വാർഡ് പുതുശ്ശേരി നോർത്ത് MB അനൂപ് ബാലൻ എന്നിവർ ജനവിധി തേടും.
10-ാം വാർഡ് കാണിപ്പയൂരിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ ചിത്ര വിനോബാജി മത്സരിക്കും. 11-ാം വാർഡ് മാന്തോപ്പ് AM ബിന്ദുമോൾ, 12-ാം വാർഡ് കവണം ചിറ്റൂർ ബിദ ഷാജി, 13-ാം വാർഡ് സബിത ചൌധരി എന്നിവരും മത്സരിക്കും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 12-ാം ഡിവിഷൻ സ്ഥാനാർത്ഥിയായി രജിത ഷിബുവും ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷനിലേക്ക് NCP നേതാവ് AV വല്ലഭനുമാണ് മത്സരിക്കുന്നതെന്ന് നേതാക്കളായ KK സതീശൻ, MV പ്രശാന്തൻ, PP സുനിൽ എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. എരുമപ്പെട്ടി പഞ്ചായത്ത് 17-ാം വാർഡ് LDF സ്ഥാനാർത്ഥി KM അഷ്റഫിനെ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക ഓട്ടോ ടാക്സി തൊഴിലാളികൾ നൽകി. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ CITU എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമാണ് KM അഷ്റഫ്. എരുമപ്പെട്ടി സെന്ററിലെ മുതിർന്ന ഡ്രൈവറായ PM സുലൈമാൻ തുക കൈമാറി. CITU മേഖലാ വൈസ് പ്രസിഡന്റ് ഉല്ലാസ് മുഹമ്മദ്, KM ഉണ്ണികൃഷ്ണൻ, KR വർഗീസ്, VR രവീന്ദ്രൻ, VA കരീം തുടങ്ങിയവർ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥികൾക്ക് അനുഗ്രഹാശംസകൾ നേർന്ന ആദ്യകാല കോൺഗ്രസ് നേതാവിന്റെ സഹധർമ്മിണി. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂർ വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന UDF സ്ഥാനാർത്ഥി ആന്റോ പോളിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കുന്നതിനുള്ള തുകയും അനുഗ്രഹാശംസകളും നേർന്ന കാർത്തിയായനിയമ്മ. ചിറനെല്ലൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന UP അപ്പുവേട്ടന്റെ സഹധർമ്മിണിയാണ് കാർത്തിയായനിയമ്മ. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ജെയ്സൺ ചാക്കോ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേച്ചേരി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി റഫ്ന ആഷിഖ് എന്നിവരോടൊപ്പം അനുഗ്രഹം വാങ്ങുന്നതിനും വോട്ടഭ്യർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് UDF പ്രവർത്തകർ കാർത്തിയായനിയമ്മയുടെ വസതിയിലെത്തിയത്. ചിറനെല്ലൂരിൽ കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് അപ്പുവേട്ടനും ആന്റോ പോളിന്റെ പിതാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോളേട്ടനും ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഓർമ്മകൾ കാർത്തിയായനിയമ്മ ഏറെ വൈകാരികതയോടെ പ്രവർത്തകരോട് പങ്കുവച്ചു. തുടർന്ന് ആന്റോ പോളിനെ കെട്ടിവെക്കുന്നതിനുള്ള തുക നൽകുവാൻ മകൻ ഭരതനോട് ആവശ്യപ്പെടുകയായിരുന്നു. ചൂണ്ടൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AM ജമാൽ, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് VK സുനിൽകുമാർ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് RM ബഷീർ, UDF പ്രവർത്തകരായ ജിഷോ കുര്യൻ, VC ഡേവിസ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. മേഖലയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം അടുത്തു വന്നിട്ടും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയാതെ UDF. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെയും പ്രഖ്യാപിക്കാൻ കഴിയാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയും LDFും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പത്രികാ സമർപ്പണവും തുടങ്ങി. എന്നാൽ UDF സ്ഥാനാർത്ഥികൾ പരസ്പരം പഴിചാരി പ്രഖ്യാപനം നീണ്ടുപോവുകയാണ്. കൂടുതൽ സാധ്യതയുള്ളവർ വീടുകളിൽ കയറിയും മറ്റും രഹസ്യമായി പ്രചരണം നടത്തുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. STPI ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ STPI ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പട്ടിക്കര 5-ാം വാർഡിൽ റുബീന അബ്ദുൾ റഹ്മാനും വാർഡ് 15 തൂവാനൂരിൽ TA ത്വയ്യിബ് എന്നിവരുടെ സ്ഥാനാർത്ഥിത്വമാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. STPI ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് CE ഹസനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും ഹസൻ അറിയിച്ചു. പാർട്ടി ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി കമറുദ്ദീൻ MK, 15-ാം വാർഡ് സ്ഥാനാർത്ഥി TA ത്വയ്യിബ് എന്നിവരും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പങ്കെടുത്തു. ജാഗ്രത തുടരണം. കേരളത്തിൽ 2710 പേർക്ക് കൂടി കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 25,141 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.78 ആണ്. 19 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1888 ആയി. 39 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 6567 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച 228 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 647 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7967 ആണ്. തൃശൂർ സ്വദേശികളായ 89 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 51,396 ആണ്. 43,043 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ജില്ലയിൽ തിങ്കളാഴ്ച സമ്പർക്കം വഴി 221 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ ഒരാൾക്കും രോഗ ഉറവിടമറിയാത്ത 3 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 21 പുരുഷന്മാരും 14 സ്ത്രീകളും 10 വയസ്സിന് താഴെ 9 ആൺകുട്ടികളും 8 പെൺകുട്ടികളുമുണ്ട്.
ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും ഒരുമനയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലുമായി നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 28 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന പരിശോധനയിൽ 20 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരു വീട്ടിലെ 5 പേർ ഉൾപ്പെടെ 16 പേർ ചാവക്കാട് നഗരസഭാ പരിധിയിൽപ്പെട്ടവരാണ്. കടപ്പുറം, കോട്ടപ്പടി, ഒരുമനയൂർ, പെരിങ്ങോട്ടുകര മേഖലകളിൽ ഓരോരുത്തരും ഇന്ന് രോഗബാധിതരായി. ഒരുമനയൂരിൽ നടന്ന പരിശോധനയിൽ 8 പേർക്ക് രോഗം കണ്ടെത്തി. ഇതിൽ 4 പേർ ഒരുമനയൂർ പഞ്ചായത്തിലുള്ളവരും 4 പേർ ഗുരുവായൂർ നഗരസഭയിൽ ഉൾപ്പെട്ടവരുമാണ്. കടവല്ലൂർ പഞ്ചായത്തിൽ 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8ാം വാർഡിൽ 2 പുരുഷന്മാർക്കും 1 സ്ത്രീക്കും, 16ാം വാർഡിൽ 1 പുരുഷനും 1 സ്ത്രീക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഗുരുവായൂരിൽ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇരിങ്ങപ്പുറം നോർത്ത് 30ാം വാർഡിൽ 2 വയസ്സുള്ള കുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തൈക്കാട്, അർബൻ സോണുകളിൽ ആർക്കും രോഗം സ്ഥിരീകരിക്കാത്തത് നേരിയ ആശ്വാസമായി. കുന്നംകുളത്ത് ഒരാൾക്ക് കോവിഡ്. നഗരസഭയിലെ 2ാം വാർഡ് കിഴൂർ സൌത്തിൽ 28 വയസ്സുള്ള പുരുഷനാണ് രോഗം സ്ഥിരീകരിച്ചത്. 38 പേർക്കാണ് പരിശോധന നടത്തിയത്. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട കാർ 3 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് സമീപത്തെ കടയിലേക്ക് കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വയനാട് നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന മാരുതി ഓൾട്ടോ കാറാണ് അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോ, പിക്കപ്പ് വാൻ, ബൈക്ക് എന്നിവയെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽ കാർ യാത്രികരായ കേച്ചേരി ചിറനല്ലൂർ സ്വദേശികളായ പുതുവീട്ടിൽ മുഹമ്മദ് മകൻ സഫ്വാൻ, മുഹമ്മദ് ഉണ്ണി, പെട്ടി ഓട്ടോ ഡ്രൈവർ കരിക്കാട് അഴീക്കോട് വീട്ടിൽ ബാബു എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു സംഭവം. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട് വന്നിരുന്ന കാറിന്റെ വരവ് കണ്ട് കാൽനടയാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഇളകുകയും പലചരക്ക് കടയിലെ സാധന സാമഗ്രികൾ നശിക്കുകയും ചെയ്തു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വ്രതശുദ്ധിയുടെയും ആത്മീയ ശുദ്ധിയുടെയും പുണ്യവുമായി മണ്ഡലമാസാരംഭം. ശബരിമലയിൽ മണ്ഡല മകരവിളക്കിന് തീർത്ഥാടനത്തിന് ആരംഭമായി. കോവിഡിന്റെ സാഹചര്യത്തിൽ ഇത്തവണ കർശന നിയന്ത്രണങ്ങളോടെയാണ് ശബരിമല ദർശനം. മലയാള മാസം വൃശ്ചികം 1 മുതൽ 41 ദിവസമാണ് മണ്ഡലകാലം. ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി അയ്യപ്പനെ ഭജിക്കേണ്ട ദിനങ്ങൾ. ശബരിമല തീർത്ഥാടന കാലം ഏതൊരു അയ്യപ്പ ഭക്തന്റെയും പരമപാവന പുണ്യകാലമാണ്. 41 ദിവസം നീണ്ടുനിൽക്കുന്ന വ്രതമനുഷ്ഠിച്ച് ശബരിഗിരീശന്റെ ദർശന പുണ്യം നേടുന്നതിനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും ശബരിമലയിൽ എത്തിച്ചേരാറുള്ളത്. കഴിഞ്ഞ വർഷം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ കോലാഹലങ്ങൾ അരങ്ങേറിയ അയ്യപ്പ സന്നിധി ഇത്തവണ കോവിഡ് നിയന്ത്രണത്തിലുമാണ്. കഴിഞ്ഞ തവണ സമരസന്നിധിയായിരുന്നതുകൊണ്ട് ദർശനം മാറ്റിവെച്ച അയ്യപ്പ ഭക്തർക്ക് ഈ വർഷവും സുഗമമായ ദർശനം അപര്യാപ്തമായ സ്ഥിതിയാണ്. കോവിഡ് എന്ന മഹാമാരിയുടെ സാഹചര്യത്തിൽ ശബരിമല ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ഭക്തർക്കാണ് ദർശനത്തിനുള്ള അനുമതിയുള്ളത്. തീർത്ഥാടകർ നിലയ്ക്കലിൽ എത്തുമ്പോൾ 24 മണിക്കൂറിനകമുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവാണെന്ന് കണ്ടെത്തിയാലും എല്ലാ മുൻകരുതലും സ്വീകരിക്കണമെന്നും ആരോഗ്യ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. മാസ്ക് നിർബന്ധമായും ധരിക്കണം. മല കയറുമ്പോഴും ദർശനത്തിന് നിൽക്കുമ്പോഴും 2 അടി അകലം പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. തീർത്ഥാടകർക്കൊപ്പം വരുന്ന ഡ്രൈവർമാർക്കും സഹായികൾക്കുമെല്ലാം മാർഗനിർദ്ദേശങ്ങൾ ബാധകമാണ്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ന്യൂസ് ഡെസ്ക് CCTV. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലശുദ്ധി സമാപിച്ചു. പഞ്ചഗവ്യ അഭിഷേകം തുടങ്ങി പ്രത്യേക കൂട്ടുകളോടെ തയ്യാറാക്കിയ പഞ്ചഗവ്യം പൂജകൾ നടത്തി ചൈതന്യപൂരിതമാക്കിയ ശേഷം തന്ത്രി ചേനാസ് ഹരിനമ്പൂതിരിപ്പാടാണ് ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തത്. ഇനി മണ്ഡലകാലം കഴിയുന്നതുവരെ പഞ്ചഗവ്യം അഭിഷേകം ചെയ്യും. 41ാം ദിവസമാണ് കളഭാട്ടം. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും അഭിഷേകം നടത്തുന്നത് വർഷത്തിൽ മണ്ഡല സമാപന ദിവസം മാത്രമാണ്. കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ വക വഴിപാടായാണ് കളഭാഭിഷേകം. പഞ്ചഗവ്യ അഭിഷേകത്തിന് ശേഷം മണ്ഡലശുദ്ധി ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് 25 കലശവും ആടി. മണ്ഡലകാലത്ത് ആദ്യ 30 ദിവസം ക്ഷേത്രത്തിൽ രാവിലെ കാഴ്ചശീവേലിക്ക് 5 പ്രദക്ഷിണം ഉണ്ടാകും. ഇടുതുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങൾ അകമ്പടിയാവും. ഈ വാദ്യങ്ങൾ മണ്ഡലകാല ശിവേലിയുടെ മാത്രം പ്രത്യേകതയാണ്. 5 ആനകളോടെയാണ് ശിവേലി ഉണ്ടാകാറ്. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഇത്തവണ ഒരാനയോടെയാണ് ചടങ്ങ് നടത്തുന്നത്. മണ്ഡലകാലത്ത് തീർത്ഥാടകരില്ലാതെ ഗുരുഭവനപുരി. വൃശ്ചിക പുലരിയിൽ തന്നെ 10,000 എത്തേണ്ട ഗുരുവായൂർ ക്ഷേത്ര നഗരം തീർത്തും വിജനമാണ്.
ശബരിമല മണ്ഡല മകരവിളക്ക് സീസൺ ഗുരുവായൂരിന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. രാത്രിയും പകലും ഒരുപോലെ ഭക്തരുടെ ഒഴുക്കായിരിക്കും. എന്നാൽ കോവിഡ് കാലം ഇതിനെല്ലാം തിരിച്ചടിയായി. പകൽ സമയത്ത് പോലും നിരത്തുകളെല്ലാം വിജനമാണ്. ക്ഷേത്ര ദർശനത്തിന് ഓൺലൈനിൽ ബുക്ക് ചെയ്തു വരുന്നവർക്ക് മാത്രമാണ് ദർശന സൗകര്യമുള്ളത്. മണ്ഡലകാലത്ത് വിപണി വൈവിധ്യവുമായി സീസൺ കച്ചവടം തുടങ്ങേണ്ട വ്യാപാരികൾ കഷ്ടത്തിലാണ്. നവംബർ 15 മുതൽ ജനുവരി 20 വരെയാണ് ഗുരുവായൂരിലെ സീസൺ കാലം. ഈ സമയത്ത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ളവർക്ക് പുറമേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെയും ഒഴുക്കാണ് ഉണ്ടാകാറുള്ളത്. സീസണിൽ 4 കോടിയോളം തീർത്ഥാടകരെത്തുന്ന ഗുരുവായൂരിൽ വിവിധ മേഖലകളിലായി ശതകോടികളുടെ വ്യാപാരമാണ് നടക്കുക. സീസൺ വ്യാപാരത്തിൻ്റെ ഭാഗമായി കച്ചവട സ്ഥാപനങ്ങളിൽ വിളക്ക്, ഹൽവ, കുട, വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങളാണ് വിൽപ്പന നടത്താറുള്ളത്. 24 മണിക്കൂറും കച്ചവട സ്ഥാപനങ്ങൾ തുറന്നിരിക്കും. ഇതിനു പുറമെ വടക്കേ ഇന്ത്യയിൽ നിന്നെത്താറുള്ള നാടോടി സംഘത്തിൻ്റെ മാല, വള, ചെണ്ട എന്നിവയുടെ വഴിയോര കച്ചവടം, ബാഗ്, വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയുമായി എത്തുന്ന തമിഴ്നാട്ടുകാരുടെ സംഘം ഇതെല്ലാം ഗുരുവായൂരിലെ സീസൺ കാഴ്ചകളാണ്. തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. കഴിഞ്ഞ 9 മാസമായി പ്രതിസന്ധി നേരിടുന്ന വ്യാപാരികൾക്ക് സീസൺ കച്ചവടം കൂടി നഷ്ടപ്പെടുന്നതോടെ ജീവിതമാർഗത്തിന് എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. കോവിഡിനെ തുടർന്ന് വേദപരീക്ഷയായ കടവല്ലൂർ അന്യോന്യം ചടങ്ങ് മാത്രമായി ചുരുങ്ങി. തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുള്ള തൃശൂർ യോഗക്കാരും തവനൂരിലെ തിരുനാവായ മഠത്തിൽ നിന്നുള്ള തിരുനാവായ യോഗക്കാരും 2 പേർ വീതമായി പങ്കെടുക്കും. ജഡ, രഥ, കടന്നിരിക്കൽ തുടങ്ങി സങ്കീർണമായ വേദപരീക്ഷകൾ ഇത്തവണ ഉണ്ടാകില്ല. വാരമിരിക്കൽ നടക്കും. കരിക്കാട് കരുവാൻ തടത്തിൽ BJPയുടെ കൊടിക്കാലുകൾ നശിപ്പിച്ചതായി പരാതി. കടവല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJPയുടെയും പരിവാർ പ്രസ്ഥാനങ്ങളുടെയും കൊടിത്തോരണങ്ങളാണ് നശിപ്പിച്ചിട്ടുള്ളത്. ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് അസ്വസ്ഥരായ ഒരു വിഭാഗം CPM നേതാക്കളാണ് ഇതിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. CPMന്റെ ഗുണ്ടായിസത്തെ കടവല്ലൂരിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ജനവിധിയിലൂടെ ശക്തമായ മറുപടി നൽകുമെന്നും BJP ജനറൽ സെക്രട്ടറി ധനീഷ് കൊരട്ടിക്കര പറഞ്ഞു. 1 നൂറ്റാണ്ട് പിന്നിടുന്ന തോമസേട്ടന്റെ ജന്മദിനം ആഘോഷിച്ച കുടുംബാംഗങ്ങൾ. ആളൂർ ചെറുവത്തൂർ വീട്ടിൽ തോമസിന്റെ 100ാം ജന്മദിനമാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുടുംബാംഗങ്ങൾ മാത്രമായി ആഘോഷിച്ചത്. ചെറുവത്തൂർ വീട്ടിൽ പൗലോസിന്റെയും കുഞ്ഞിറ്റിയുടെയും മകനായി 1920 നവംബർ 16 തോമസ് ജനിച്ചത്. 100 സംവത്സരങ്ങൾ നീണ്ട ജീവിതം പൂർത്തിയാക്കിയ നാടിന്റെ മുത്തച്ഛന്റെ പിറന്നാൾ ആഘോഷം അവസ്മരണീയമാക്കുന്നതിന് നാട്ടുകാർ ഒരുക്കമായിരുന്നുവെങ്കിലും കോവിഡ് വൈറസ് വില്ലനായി അവതരിച്ചതോടെ ആഘോഷം കുടുംബത്തിൽ ഒതുക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഇടവക ദേവാലയമായ ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ കൃതജ്ഞതാബലി അർപ്പണം നടന്നു. വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 1 വർഷം മുമ്പ് മരണമടഞ്ഞ സഹധർമ്മിണിയുടെ കല്ലറയിൽ പുഷ്പമർപ്പിച്ച് കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രാർത്ഥന നടത്തി. വീട്ടിൽ നടന്ന പിറന്നാൾ ആഘോഷത്തിൽ ഫാദർ ചാക്കോ ചെറുവത്തൂരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാർത്ഥനകൾക്ക് ശേഷം കേക്ക് മുറിച്ചു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ തോമസ് കാക്കശ്ശേരി, ഇടവക വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ എന്നിവരും തോമസിൻ്റെ മക്കളായ പാപ്പച്ചൻ, ഫിലോമിന, നിർമ്മല, ഫ്ലോറി എന്നിവരും മരുമക്കളും പേരക്കുട്ടികളും ആഘോഷത്തിൽ സംബന്ധിച്ചു. 100ാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും എല്ലാറ്റിനും മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നതും തോമസേട്ടൻ തന്നെയാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ സേവനം ചെയ്ത തോമസിൽ ഇന്നും ആ പോരാളിയുണ്ട് എന്നതിൻ്റെ തെളിവാണ് പ്രായം തളർത്താത്ത ഈ പോരാട്ടവീര്യം. അചഞ്ചലമായ ദൈവവിശ്വാസവും സ്വയം ആർജിച്ചെടുത്ത ജീവിതശൈലിയുമാണ് ആളൂർ ഗ്രാമത്തിൻ്റെ കാരണവരുടെ ആയുസ്സിൻ്റെ രഹസ്യം. CCTV ന്യൂസ്, കേച്ചേരി. കൈപ്രമ്പ് ബാറിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. കോലളമ്പ് സ്വദേശികളായ ചേലത്ത് വീട്ടിൽ ഹരിദാസിന്റെ മകൻ ശ്യാംദാസ്, ചേലത്ത് വളപ്പിൽ പ്രകാശിന്റെ മകൻ റിജോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച പുലർച്ചെ 1:15 അപകടം. പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്ഷയ കേന്ദ്രങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്ന ഓൺലൈൻ സേവന കേന്ദ്രങ്ങളുടെ പേരിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ S. ഷാനവാസ് അറിയിച്ചു. സർക്കാരിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് സാമ്പത്തിക അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുകയും അമിത സേവന നിരക്ക് ഈടാക്കുകയും ചെയ്യുന്നവരുടെ പേരിലായിരിക്കും നടപടി. വിവിധ സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണെന്ന 2ാം ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് നടപടി. ഇത്തരത്തിൽ അക്ഷയ കേന്ദ്രങ്ങൾക്ക് സമീപം നിരവധി സേവനങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നും ഇവർ അനുമതി കൂടാതെ ഈ ജില്ലാ സേവനങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നുവെന്നുമുള്ള അക്ഷയ സംരംഭകരുടെ പരാതിയും വ്യാപകമാണ്. പൊതുജനങ്ങൾക്ക് ഓൺലൈൻ സേവനങ്ങൾ സ്വയം ചെയ്യുന്നതിനുള്ള ഓപ്പൺ പോർട്ടൽ സംവിധാനം വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും നിലവിലുണ്ട്. പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം അക്ഷയയുടെ പേര്
ബോർഡ്, ലോഗോ എന്നിവ ഉപയോഗിക്കുന്നവരുടെ പേരിലും നിയമ നടപടിയുണ്ടാകും. ഉപഭോക്താക്കളുടെ രേഖകളുടെ സുരക്ഷിതത്വവും ആധികാരികതയും ഉറപ്പുവരുത്തേണ്ടതിനാൽ പുതിയ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകുമ്പോൾ നിലവിലെ ഉത്തരവുകൾ കൃത്യമായി പാലിക്കണമെന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് CCTV. ഗുരുവായൂരിലെ ആദ്യകാല RSS പ്രവർത്തകൻ അന്തരിച്ച M. ഹരിദാസന്റെ കുടുംബത്തിന് സാന്ദീപനി സേവാസമിതി വീട് നിർമ്മിച്ചു നൽകി. സേവാസമിതിയുടെ ആര്യസ്പർശം പദ്ധതിയിൽ വിശ്വസേവാ ഭാരതിയുടെ സഹകരണത്തോടെയാണ് 910 ചതുരശ്ര അടി വലിപ്പമുള്ള വീട് നിർമ്മിച്ചു നൽകിയത്. വാടകയ്ക്ക് താമസിച്ചിരുന്ന ഹരിദാസന്റെ കുടുംബത്തിന് കോട്ടപ്പടിയിലാണ് 4 സെന്റ് സ്ഥലം വാങ്ങി വീട് പണിത് നൽകിയത്. RSS സംസ്ഥാന കാര്യകാരി അംഗം AR മോഹനിൽ നിന്ന് ഹരിദാസന്റെ ഭാര്യ സുമതിയും മകൾ നിവേദിതയും താക്കോൽ ഏറ്റുവാങ്ങി. വീട് സൌജന്യ നിരക്കിൽ നിർമ്മിച്ചു നൽകിയ കരാറുകാരൻ TR പ്രദീപിനെ ചടങ്ങിൽ ആദരിച്ചു. വിശ്വസേവാ ഭാരതി വൈസ് പ്രസിഡന്റ് ചിന്മയ മോഹനൻ, സാന്ദീപനി സേവാസമിതി പ്രസിഡന്റ് മുന്നൂലം നീലകണ്ഠൻ, RSS ജില്ലാ സഹസംഘചാലക് KN ഗോപി, ജില്ലാ കാര്യവാഹ് MV സുരേഷ്, ശാരീരിക പ്രമുഖ EM മഹേഷ്, M. ബാബു, സേതു തിരുവെങ്കിടം തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപകൻ AA അബ്ദുൾ മജീദ്, PTA പ്രസിഡന്റ് ബാബു ജോർജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പ്രിൻസിപ്പൽ CM പൊന്നമ്മ, SMC ചെയർമാൻ കുഞ്ഞുമോൻ കരിയന്നൂർ, MPTA പ്രസിഡന്റ് ഹേമ ശശികുമാർ, സ്റ്റാഫ് സെക്രട്ടറി MS രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. SSKയുടെ 50 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗപ്പെടുത്തി 30 അടി നീളവും 20 അടി വീതിയുമുള്ള 4 ക്ലാസ് മുറികളുടെ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. വ്യത്യസ്ത അഭിനയ മികവ് കൊണ്ട് മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കരുത്തുറ്റ പ്രതിഭയായിരുന്നു ജയൻ. ഭാവാഭിനയ മികവും ശരീരവഴക്കവും കൊണ്ട് മലയാളത്തിന്റെ എക്കാലത്തെയും ഹീറോ പരിവേഷം ചാർത്തിയ ജയന്റെ ഓർമ്മകൾക്ക് ഇന്ന് 40 ആണ്ട്. ഇന്ത്യൻ നേവിയിൽ നിന്ന് ചീഫ് പെറ്റി ഓഫീസർ പദവിയിൽ നിന്നും രാജിവെച്ച് മലയാള സിനിമയിൽ ആധിപത്യമുറപ്പിച്ച അതുല്യ കലാകാരൻ. 1974 ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെ ചെറിയ വേഷം കൈകാര്യം ചെയ്ത് പ്രേക്ഷകരെ അതിശയിപ്പിച്ച നടന വിസ്മയം. അഭിനയത്തിലും സംസാരത്തിലും ശരീരഭാഷയിലും ജയൻ പുലർത്തിയ അപൂർവത. ഒറ്റയ്ക്ക് 4 പേരെ കൊന്ന കഴിവമ്മത്തായി വന്നിരിക്കുന്നു. അവൻ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. അവനെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മളെ അവൻ ഉപദ്രവിക്കും. ചുമ്മാ പോണം ചേട്ടാ, അവനെ ബഹുമാനിക്കാൻ തന്തെടുത്തെന്ന് പറയാൻ. അതായിരുന്നു കാലം മാറ്റാത്ത ഓർമ്മകളായി ഇന്നും ഈ കലാകാരനെ മറ്റഭിനേതാക്കളിൽ നിന്നും ശ്രദ്ധേയനാക്കുന്നത്. ചെറിയ വേഷങ്ങളിൽ തുടങ്ങി പിന്നീട് വില്ലൻ വേഷങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലും നായക കഥാപാത്രങ്ങളിലുമെല്ലാം മാന്ത്രികത സമ്മാനിച്ച ജയന്റെ സിനിമാ വളർച്ച ഞൊടിയിടയിലായിരുന്നു. ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് തിരക്കിട്ടു പറന്നിരുന്ന നടന വിസ്മയം സഹപ്രവർത്തകർക്കിടയിലും അസൂയാവഹമായ ചർച്ചയായി മാറി. അതുവരെ മറ്റാരും കൊണ്ടുവരാത്ത അഭിനയ ശൈലിയും ഗാംഭീര്യമുള്ള ശബ്ദവും വേഷവിധാനവും മെയ്യഴകുമെല്ലാം യുവാക്കൾക്കിടയിൽ അദ്ദേഹം ഒരു തരംഗമായി മാറി. അഭിനയത്തിലും ജീവിതത്തിലുമെല്ലാം സാഹസികതയോട് പ്രണയമായിരുന്ന കൃഷ്ണൻ നായർ എന്ന ജയൻ സിനിമാ രംഗങ്ങളിലും അതേ സാഹസികത പിന്തുടർന്നു. ഡൂപ്പില്ലാതെ സംഘട്ടന രംഗങ്ങളിൽ തിളങ്ങി. അതിസങ്കീർണമായ രംഗങ്ങളിലും അപകടത്തെ വകവയ്ക്കാതെ തന്മയത്വ പ്രകടനം കാഴ്ചവെച്ച് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സിംഹത്തോടും കാട്ടാനയോടും ഏറ്റുമുട്ടി ക്രേനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങി കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറി വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമാണെന്ന് തെളിയിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ നിമിഷവും. 41 വയസ്സിൽ തന്റെ പ്രശസ്തിയുടെ ഉത്തുംഗതയിലായിരിക്കെ കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടെ പറന്നുപൊങ്ങിയ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പേഡിൽ തൂങ്ങി ഹെലികോപ്റ്റർ തകർന്നു വീണ് കാലത്തിന്റെ തിരശീലയിലേക്ക് അദ്ദേഹം മറഞ്ഞത്. പ്രേക്ഷകർ കാത്തിരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കിവെച്ച് മണ്ണിലേക്ക് മടങ്ങിയ ഈ കലാകാരന്റെ അപകടമരണം ഇന്നും ഒരു ദുരൂഹതയായി അവശേഷിക്കുകയാണ്. വീരന്മാരെ എനിക്കെപ്പോഴും ഇഷ്ടമാണ്. കൺഗ്രാജുലേഷൻ. നിങ്ങളുടെ സ്നേഹത്തിനും അഭിനന്ദനത്തിനും വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. മര്യാദകൾ എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. എടേ പയ്യൻ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്നെ കൊല്ലാൻ ധൈര്യമുള്ളവർക്ക് എന്റെ മുന്നിൽ വന്ന് നിൽക്കാം. പിന്നിൽ നിന്ന് വന്ന് ശ്രമിക്കുന്നത് ആണത്വമല്ല. കൾച്ചറൽ ഡെസ്ക് CCTV.
എയ്യാൽ ശ്രീ കാർത്തിയേനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലം കളമെഴുത്ത് പാട്ടിന് തുടക്കമായി. തട്ടക നിവാസികളായ 40 കുടുംബങ്ങളുടെ വഴിപാടായാണ് 40 ദിവസങ്ങളിലായി കളമെഴുത്ത് പാട്ട് നടക്കുന്നത്. കലാചാര്യന്മാരായ മോഹനക്കുറുപ്പ്, രാമക്കുറുപ്പ് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന പ്രത്യേക പൂജകൾക്ക് ക്ഷേത്രമേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. തുടർന്ന് 41 ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കളമെഴുത്ത് പാട്ട് നടക്കും. 41ാം ദിവസം മണ്ഡലകാല താലപ്പൊലിയോടുകൂടി ചടങ്ങുകൾ സമാപിക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് കർമ്മങ്ങൾ നടത്തുകയെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് PK രാമകൃഷ്ണൻ അറിയിച്ചു. KSEB അറിയിപ്പ്. 11 kV ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ പഴിഞ്ഞി സെക്ഷന് കീഴിലുള്ള രാമപുരം, IHDP കോളനി, ചിറക്കൽ മെയിൻ റോഡ് എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് KSEB അധികൃതർ അറിയിച്ചു. LDF സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അട്ടിമറിക്കുന്നതിന് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന BJP സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചൂണ്ടൽ സെന്ററിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ NCP സംസ്ഥാന നിർവാഹക സമിതി അംഗവും ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയുമായ AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. CPIM ചൂണ്ടൽ ബ്രാഞ്ച് സെക്രട്ടറി KM മധു അധ്യക്ഷനായി. CPIM ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി TP റാഫേൽ, 1ാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി KT ബാലകൃഷ്ണൻ, 2ാം വാർഡ് സ്ഥാനാർത്ഥി രേഖ സുനിൽ എന്നിവർ സംസാരിച്ചു. കൂനമുച്ചിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ 6ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സിന്ധു ഷാജു ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം MV സന്തോഷ് അധ്യക്ഷനായി. ഇടതുമുന്നണി നേതാക്കളായ വിനു ജോൺസൺ, രവി പന്നിശ്ശേരി, ചന്ദ്രൻ പന്നിശ്ശേരി, രാജീവ്, ലോഹിതാക്ഷൻ, ജിതീഷ്, PC മാർട്ടിൻ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് ആൽത്തറ അയ്യപ്പൻകാവ് പാടശേഖരത്തിനോട് ചേർന്നുള്ള പൊതുകുളത്തിൽ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം അംബ്രല്ല ക്ലബ്ബ് അംഗങ്ങൾ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. 2500 മത്സ്യക്കുഞ്ഞുങ്ങളെ 6 മാസം മുൻപാണ് നിക്ഷേപിച്ചത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പൊതുപ്രവർത്തകനായ ഷംസുദ്ദീൻ ആൽത്തറ നിർവഹിച്ചു. ക്ലബ്ബ് അംഗങ്ങളായ ഷാജി, ഫാസിൽ, ആഷിഖ്, സുജിത്, മജ്നു, രഞ്ജു, കുഞ്ഞുകുട്ടൻ, ഷാനു എന്നിവർ നേതൃത്വം നൽകി. പാമ്പുകളെ പിടികൂടുന്നതിന് വനം വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ വനപാലകരുടെ പിടിവീഴും. അശാസ്ത്രീയമായ പാമ്പുപിടുത്തം മരണനിരക്ക് ഉയരാൻ കാരണമായതും പാമ്പുകളെ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലുമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പാമ്പുകളെ പിടികൂടുന്നതിന് വനം വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. സംസ്ഥാനത്ത് 3 വർഷത്തിനിടയിൽ പാമ്പുകടിയേറ്റ് 334 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തിരുവനന്തപുരത്ത് പാമ്പുപിടുത്തക്കാരൻ മൂർഖന്റെ കടിയേറ്റു മരിച്ചതും ഉത്തരവധക്കേസും പുതിയ മാർഗനിർദ്ദേശത്തിന് നിർണായകമായി. ഇതുപ്രകാരം പാമ്പുപിടുത്തത്തിൽ മുൻപരിചയമുള്ളവർ വനംവകുപ്പിൽ അപേക്ഷ നൽകണം. തെരഞ്ഞെടുക്കുന്ന അപേക്ഷകർക്ക് പരിശീലനം നൽകും. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റും പാമ്പുകളെ പിടികൂടാനുള്ള ഉപകരണങ്ങളടങ്ങിയ കിറ്റും നൽകും. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കു മാത്രമേ വീടിനകത്തോ പരിസരങ്ങളിലോ കാണുന്ന പാമ്പുകളെ പിടികൂടാനാകൂ. സാധാരണക്കാർ പാമ്പുകളെ പിടികൂടിയാൽ നായാട്ടായി പരിഗണിച്ച് നടപടിയെടുക്കുമെന്ന് സാമൂഹ്യ വനവിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ PM പ്രഭു പറഞ്ഞു. ഇനി മുതൽ ശാസ്ത്രീയമായിട്ട് പാമ്പുപിടുത്തത്തിലുള്ള പരിശീലനം സിദ്ധിച്ചവർക്ക് മാത്രമാണ് ഈ ഡിസ്ട്രിക്റ്റിലല്ല, കേരളം മുഴുവനുള്ള എല്ലാ ജില്ലകളിലും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ട്രെയിനിങ് നൽകുന്ന ആളുകൾക്ക് ഈ ഒരു പാമ്പുപിടുത്തത്തിലെ പരിശീലനം നൽകുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾക്ക് മാത്രമാണ് പാമ്പിനെ നമുക്ക് പരിപാലിക്കാനോ പാമ്പിനെ പിടിച്ച് വനം വകുപ്പിൻ്റെ നിർദ്ദേശത്തോടു കൂടി അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വിടാനോ പറ്റുള്ളൂ. അല്ലാതെ പിടിക്കുന്നവർക്ക് പ്രോബ്ലമുണ്ട്. കാരണം വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം ഇതൊരു ഹണ്ടിങ് ആയിട്ട് പരിഗണിക്കും, ഒരു നായാട്ടായിട്ട് പരിഗണിക്കും. ഒരു ജീവിയെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂളിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. വിഷമില്ലാത്ത പാമ്പുകളെ പിടികൂടുന്നതിനും വിലക്കുണ്ട്. വനംവകുപ്പ് നിഷ്കർഷിക്കുന്ന തരത്തിലുള്ള നീളമുള്ള കൊളുത്ത് ഉപയോഗിച്ചാണ് പാമ്പുകളെ പിടികൂടേണ്ടത്. 3 മീറ്ററോളം നീളമുള്ള കറുത്ത തുണിസഞ്ചിയുടെ വായവട്ടം PVC പൈപ്പ് ഉപയോഗിച്ച് മാളത്തിന്റെ മാതൃക തീർത്ത് പാമ്പിനെ അകത്തേക്ക് കയറ്റും. തുണിസഞ്ചി പ്രത്യേക രീതിയിൽ വരിഞ്ഞുകെട്ടി വനംവകുപ്പ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് തുറന്നുവിടുന്നതിനാണ് പരിശീലനം നൽകുന്നത്. ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡ് എന്നാണിതിന് പേരിട്ടിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ 2 ഘട്ടങ്ങളിലായി 70 പേരാണ് പരിശീലനം കഴിഞ്ഞിറങ്ങിയത്. വനം വകുപ്പിന്റെ സർപ്പ എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് ഇവരുടെ സേവനം ലഭ്യമാകുക. ഏതെങ്കിലും പ്രദേശത്ത് പാമ്പുള്ളതായി വിവരം ലഭിച്ചാൽ വനംവകുപ്പ് അക്കാര്യം ആപ്പിലൂടെ അറിയിക്കും. ഒരു പ്രദേശത്ത് പാമ്പിനെ കണ്ടാൽ ഈ ആപ്പ് വഴി നാട്ടുകാർക്കും വനംവകുപ്പിനെ വിവരം അറിയിക്കാം. ഏത് മുക്കിലും മൂലയിലുമുള്ള പാമ്പുകളെ ആരാണ് പിടികൂടിയതെന്ന് ആപ്പ് വഴി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തിരുവനന്തപുരത്തിരുന്ന് അറിയാനാകും. പാമ്പുകളെ ആര്, എപ്പോ, എവിടെ വെച്ച് പിടികൂടി, എവിടെ തുറന്നുവിട്ടു തുടങ്ങിയ കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് തത്സമയം അറിയാനുള്ള സൗകര്യത്തോടെയാണ് ആപ്പിന്റെ പ്രവർത്തനമെന്ന് പരിശീലകനും ഉരഗ ഉഭയജീവി ഗവേഷക വിദ്യാർത്ഥിയുമായ സന്ദീപ് ദാസ് പറഞ്ഞു. സർപ്പ എന്ന പേരുള്ള സ്നേക്ക് റെസ്ക്യൂ ആൻഡ് അവയർനെസ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന പേരുള്ള ആപ്ലിക്കേഷൻ മുഖേനയാണ് ഇനി
റെസ്ക്യൂ എല്ലാം ക്രോഡീകരിക്കുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി, അതായത് ആര് ഒക്കെ ഇന്ന ദിവസങ്ങളിൽ പാമ്പ് പിടിക്കുന്നു, ഏതൊക്കെ പാമ്പിനെ പിടിക്കുന്നു, എവിടെ വിടുന്നു, അതോ വിട്ടോ വിടാതെ ഇരിക്കുകയാണോ, ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും വനം വകുപ്പ് അധികൃതർക്ക് നേരിട്ട് അവരുടെ കൈകളിലേക്ക് എത്തുന്ന തരത്തിലാണ് ഈ ആപ്പും പ്രവർത്തിക്കുന്നത്. സർക്കാർ അംഗീകൃത പാമ്പ് പിടുത്തക്കാരുടെ പേര് വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അഗ്നിശമന സേന, പോലീസ് വിഭാഗങ്ങൾക്ക് ലഭ്യമാക്കും. വനം വകുപ്പിന്റെ വെബ്സൈറ്റിലും ഉണ്ടാകും. ഇവർ പാമ്പുകളെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്താൽ ലൈസൻസ് റദ്ദാക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഇവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാലും നടപടിയുണ്ടാകും. CCTV ന്യൂസ്, ഗുരുവായൂർ. അഞ്ഞൂർ പൂങ്ങാട്ടുമനയുടെ തരിശായി കിടന്ന 1 ഏക്കറോളം സ്ഥലത്ത് സുബല ക്ഷേത്ര കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കി. കൂർക്ക കൃഷിയാണ് ഇറക്കിയത്. വടക്കേക്കാട് കൃഷി ഓഫീസർ KK ബിന്ദു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലകളിലുള്ള 10ഓളം പേർ ചേർന്ന് രൂപീകരിച്ച സുബല ക്ഷേത്ര കർഷക കൂട്ടായ്മ ലോക്ഡൌൺ പ്രതിസന്ധിയിലാണ് കൂർക്ക കൃഷിക്ക് തുടക്കമിട്ടത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷി. കൂർക്കയ്ക്ക് പുറമെ 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് മരച്ചീനിയും മധുരക്കിഴങ്ങും, 1.5 ഏക്കറോളം സ്ഥലത്ത് വാഴ, വഴുതന, വെണ്ട, മുളക്, ചീര തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. കർഷക കൂട്ടായ്മയ്ക്ക് മാർഗനിർദ്ദേശം നൽകാൻ വടക്കേക്കാട് കൃഷി ഓഫീസർ KK ബിന്ദുവും ഒപ്പമുണ്ട്. കൂർക്ക വിളവെടുപ്പിന് ശേഷം കാരറ്റ്, തണ്ണിമത്തൻ എന്നിവ കൃഷി ചെയ്യാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. പുന്നേർകുളം പഞ്ചായത്തിലെ റേഷൻ കടകളിൽ നിന്ന് വിതരണം ചെയ്ത ഭക്ഷ്യധാന്യ കിറ്റുകളിൽ അളവ് കുറവാണെന്ന് പരാതി. 1 ലിറ്റർ ഓയിലിനു പകരം 1/2 ലിറ്റർ മാത്രമാണ് പല ഭക്ഷ്യക്കിറ്റുകളിലും ഉണ്ടായിരുന്നതെന്ന പരാതിയുമായി കാർഡ് ഉടമകൾ രംഗത്തെത്തി. 1/2 ലിറ്റർ വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1 ലിറ്റർ ഓയിൽ എന്ന കണക്കിലാണ് കിറ്റുകൾ നൽകുന്നത്. 1/2 ലിറ്ററിന്റെ 2 പാക്കറ്റ് ഓയിൽ വയ്ക്കുന്നതിനു പകരം 1 പാക്കറ്റ് ഓയിൽ മാത്രമാണ് കിറ്റിൽ വെച്ചിരിക്കുന്നത്. അതാത് പഞ്ചായത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ് കിറ്റ് പാക്ക് ചെയ്യുന്നത്. സമീപ പഞ്ചായത്തുകളിൽ 2 പാക്കറ്റ് ഓയിൽ ഉണ്ടെന്നറിഞ്ഞ് ആൽത്തറ റേഷൻ കടയിൽ പരാതിയുമായി കാർഡ് ഉടമകൾ എത്തി. തുടർന്ന് സപ്ലൈകോ ഔട്ട്ലെറ്റുമായി ബന്ധപ്പെടുകയായിരുന്നു. പരാതിയെ തുടർന്ന് ആൽത്തറ റേഷൻ കടയിലേക്ക് 150 ഓയിൽ പാക്കറ്റുകൾ എത്തിച്ചു നൽകി. 281 കിറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വിതരണം ചെയ്തത്. പഞ്ചായത്തിലെ 11 റേഷൻ കടകളിലേക്കുമായി 3500ഓളം കിറ്റുകളാണ് ഇവിടെ നിന്നും പാക്ക് ചെയ്തിട്ടുള്ളത്. ഇവയിലെല്ലാം ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നും സംശയമുള്ളതായി കാർഡ് ഉടമകൾ പറയുന്നു. അതേസമയം പാക്കിംഗിൽ വന്ന ധാരണ പിശകാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് അധികൃതരുടെ ഭാഷ്യം. CCTV ന്യൂസ്, പുന്നേർകുളം. ജില്ലയിലെ നിരോധനാജ്ഞ കളക്ടർ പിൻവലിച്ചതോടെ മേഖലയിലെ ഏറ്റവും വലിയ അടയ്ക്ക വിപണന കേന്ദ്രമായ പഴഞ്ഞി മാർക്കറ്റ് തുറന്നു. അടയ്ക്ക വിൽക്കാനെത്തിയ കർഷകർക്ക് മികച്ച വിലയും കിട്ടി. 20 കിലോ പഴയ അടയ്ക്കയ്ക്ക് 7,956, 8,200 രൂപ തോതിലാണ് വിൽപ്പന നടന്നത്. ഈ സീസണിലെ പുതിയ അടയ്ക്ക 7,000 മുതൽ 7,200 രൂപ നിരക്കിലും, രണ്ടാം തരം 4,900 മുതൽ 6,000 എന്ന തോതിലും വിൽപ്പന നടന്നു. അടുത്ത മാസത്തോടെ ഈ സീസണിലെ പുതിയ അടയ്ക്കയുടെ വിൽപ്പന സജീവമാകും. അടയ്ക്കവില വർദ്ധിച്ചതോടെ ഇപ്പോൾ വീണ്ടും കർഷകർ കവുങ്ങ് പരിപാലനം സജീവമാക്കിയിട്ടുണ്ട്. അടയ്ക്ക പറിക്കാനും പൊളിക്കാനും തൊഴിലാളികളെ കിട്ടാത്തതാണ് കർഷകരുടെ പ്രധാന പ്രശ്നം. കരിക്കാട് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സെന്റ് ജോർജ് ഇടവക പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി കൊടിയേറ്റി. നവംബർ 23, 24 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം. വരൾച്ച മുന്നിൽ കണ്ട് കൂടുതൽ വെള്ളം കെട്ടി നിർത്തുന്നതിന്റെ ഭാഗമായി നൂറടിത്തോടിന്റെ ഇരുഭാഗങ്ങളും ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചു. പൊന്നാനി കോൾ മേഖലയിലെ നൂറടിത്തോട്ടിലെ വെള്ളത്തിനെ ആശ്രയിച്ചാണ് പുഞ്ചകൃഷി നടത്തുന്നത്. മഴക്കാലത്ത് പാടശേഖരങ്ങളും നൂറടിത്തോടും നിറഞ്ഞു കവിയും. പുഞ്ചകൃഷിയുടെ ആദ്യഘട്ടം നൂറടിത്തോട്ടിലെ വെള്ളം BM ഷട്ടർ തുറന്ന് കടലിലേക്ക് അടിച്ചു കളയുക എന്നതാണ്. പിന്നീട് ഷട്ടർ അടച്ചതിന് ശേഷം പാടശേഖരങ്ങളിലെ വെള്ളം നൂറടിത്തോട്ടിലേക്ക് അടിക്കുകയും ആവശ്യാനുസരണം തിരിച്ച് പാടശേഖരങ്ങളിലേക്ക് ഒഴുക്കിയുമാണ് കൃഷി ചെയ്യുന്നത്. വരൾച്ച കണക്കിലെടുത്ത് കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി താഴ്ന്ന ബണ്ടുകൾ മണ്ണിട്ടുയർത്തൽ നടപടികൾ തുടങ്ങി. എല്ലാ പടവുകളിൽ നിന്നും വെള്ളം ഒരുമിച്ചടിച്ചാൽ താഴ്ന്ന ബണ്ടിന് മുകളിലൂടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളമൊഴുകുവാൻ സാധ്യതയുള്ളതിനാലും കൂടുതൽ സുരക്ഷയ്ക്കും വേണ്ടിയാണ് നൂറടിത്തോട് ബണ്ട് 2 അടിയോളം ഉയർത്തുന്നത്. ബണ്ടുകൾ ഇരുഭാഗത്തും മുളയും ഓലയും സ്ഥാപിച്ച് അതിനു മുകളിൽ ചാക്കിട്ട് മണ്ണിട്ട് പരത്തിയാണ് ഉയരം കൂട്ടുന്നത്. നരണിപ്പുഴ, നൂണക്കടവ്, കാട്ടകാമ്പാൽ, ഉപ്പുങ്ങൽ പാടശേഖരങ്ങളിലാണ് ഉയർത്തൽ പുരോഗമിക്കുന്നത്. പാടശേഖര സമിതിയുടെ വിഹിതം ഉപയോഗിച്ചാണ് ബണ്ടുകൾ ഉയർത്തുന്നത്. അടുത്ത ദിവസം തന്നെ പമ്പിംഗ് തുടങ്ങാനിരിക്കുകയാണ് പടവ് കമ്മിറ്റികൾ. മികച്ച സിനിമാ തിരക്കഥാ രചനയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ച ഷാഹുൽ അലിയാറിനെ ചാലിശ്ശേരി ജനമൈത്രി പോലീസ് ആദരിച്ചു. പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ SHO പ്രതാപ ഉപഹാരം നൽകി. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ശ്രീകുമാർ, രതീഷ്, SI സത്യൻ, SCPO ശശിനാരായണൻ എന്നിവർ പങ്കെടുത്തു. വാഴപ്പിണ്ടിയിൽ വാഴക്കുല കൗതുകമായി. കുന്നംകുളം കിഴൂർ സൗത്ത് മണ്ടുമ്പാൽ സതീഷിന്റെ വീട്ടിലാണ് വാഴ പതിവ് തെറ്റിച്ച് കുലച്ചത്. കൗതുക കാഴ്ച കാണാൻ നിരവധി ആളുകൾ സതീഷിന്റെ വീട്ടിലെത്തി.
തരിശായി കിടന്നിരുന്ന മണ്ണിനെ കൃഷിക്ക് അനുയോജ്യമാക്കി കൂർക്ക കൃഷിയിൽ 100 മേനി വിളയിച്ച് മന്നലാംകുന്ന് അഗ്രോ വില്ലേജ് കൂട്ടായ്മ. ലോക്ഡൌൺ പ്രതിസന്ധിയിൽ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന 9 പേരുടെ കൂട്ടായ്മയാണിത്. പുന്നൂർക്കുളം പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിലായി തരിശായി കിടന്നിരുന്ന 2 ഏക്കറോളം സ്ഥലത്താണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയത്. അൽ ഹദീർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥലം. കൂർക്ക കൃഷിക്ക് പുറമെ കപ്പ, മഞ്ഞൾ, മത്സ്യം എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. നിലം കിളച്ച് കൃഷിക്ക് അനുയോജ്യമാക്കുന്നത് ഉൾപ്പെടെ ഒട്ടുമിക്ക ജോലികളും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചെയ്തിരുന്നത്. പുന്നൂർക്കുളം പഞ്ചായത്ത് കൃഷിവകുപ്പിന്റെ ഉപദേശങ്ങളും സഹകരണവും കൃഷിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലാണ് ഇവിടെ കൃഷിയിറക്കിയത്. അക്കിക്കാവിൽ നിന്നും എത്തിച്ച നിധി ഇനത്തിൽപ്പെട്ട കൂർക്കത്തലയാണ് നട്ടത്. നിലം പാകപ്പെടുത്തിയതിനുശേഷം ഇത്തൽ, ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവ യഥാക്രമം നൽകി. ഇടയ്ക്കുള്ള നനയും കൂടിയായതോടെ തരിശായ ഭൂമി പച്ചപ്പണിഞ്ഞു. തിങ്കളാഴ്ച പുന്നൂർക്കുളം കൃഷി ഓഫീസർ PS സാനു കൂർക്ക കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NP ഷീജ, കൂട്ടായ്മ അംഗങ്ങളായ ഫത്താഹ് മന്ദലാംകുന്ന്, യൂനുസ് ചാക്കോലയിൽ, സലിം കുന്നമ്പത്ത്, വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആവശ്യക്കാർക്ക് കൃഷിസ്ഥലത്ത് വെച്ചും കടകളിലൂടെയും വിൽപ്പനയുണ്ട്. 75 രൂപ നിരക്കിലാണ് വിൽപ്പന. വീടുകളിലേക്കും ഓർഡർ അനുസരിച്ചും എത്തിച്ചു കൊടുക്കുമെന്ന് കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നൂർക്കുളം. വേലൂർ അർണോസ് പാദ്രി അക്കാദമിയുടെയും സമദർശന വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ CP ദേവസി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. റിസർച്ച് ഡയറക്ടർ ഫാദർ ഡോക്ടർ സണ്ണി ജോസ് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ജോൺ ജോഫി CF മുഖ്യപ്രഭാഷണം നടത്തി. റവറന്റ് ഫാദർ ഡേവിസ് ചെറിയത്ത്, ഡോക്ടർ PV ഔസേപ്പ് തുടങ്ങി നിരവധി പേർ അനുസ്മരണം നടത്തി. ജീവകാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ഫാദർ ജോർജ് തേനാടിക്കുളം നിർവഹിച്ചു. സമദർശനവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുഞ്ഞുപുറജ് സ്വാഗതവും സെക്രട്ടറി ഷൈനി ജിബിൻ നന്ദിയും പറഞ്ഞു. വിപണി. ലക്ഷോപലക്ഷം ഉപഭോക്താക്കളുടെ മനസ്സിൽ വിശ്വാസത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ജോസ്കോ ഇനി ചാവക്കാടും. സ്വർണ്ണാഭരണ വിപണന രംഗത്തെ അധികായരായ ജോസ്കോ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ചാവക്കാട് ബൈപ്പാസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യപൂർവ ആഭരണ കളക്ഷനുകൾ ഉൾപ്പെടുന്ന ഡിസൈനർ ജ്വല്ലറി ഗാലറിയുമായി ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്. ലളിതമായ ട്രെൻഡി കളക്ഷനുകൾക്കൊപ്പം ബെൽജിയം കട്ട് ബ്രൈഡൽ ഡയമണ്ട് ഡിസൈനുകൾ, റോസ് ആൻഡ് ബോസ് വെഡ്ഡിംഗ് ബാൻഡ്, ആന്റിക് കട്ട് എന്നിവയുടെ വിപുലമായ കളക്ഷൻ ഇവിടെ ലഭ്യമാണ്. ഏത് ബജറ്റിനും അനുയോജ്യമായ വെഡ്ഡിംഗ് സെറ്റുകൾ, 916 BIS ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ്, മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ വെഡ്ഡിംഗ് പാക്കേജ് എന്നിവയും ജോസ്കോയുടെ പ്രത്യേകതയാണ്. ചാവക്കാട് MRRM ഹൈസ്കൂളിന് സമീപം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഫാദർ ഡേവിസ് പട്ടത്ത് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഭദ്രദീപം തെളിയിച്ചു. ആദ്യ വിൽപ്പന PS അക്ബറിനും ജാസി അക്ബറിനും ആഭരണങ്ങൾ നൽകി ഷോറൂം മാനേജർ റാഫി കുഞ്ഞാപ്പു നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50 രോഗികൾക്കുള്ള ഡയാലിസിസ് സഹായം കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറി. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ്, PA2 ചെയർമാൻ ഷാജി ജേക്കബ്, PS2 MD ജോസഫ് ആന്റണി, സീനിയർ പേഴ്സണൽ മാനേജർ സനോജ് P. ജോസ്, സീനിയർ പേഴ്സണൽ മാനേജർ റെനീഷ് ചാണ്ടി, സീനിയർ സെയിൽസ് ഹെഡ് ജസ്റ്റിൻ കാക്കശ്ശേരി, ജോസ് കാട്ടൂക്കാരൻ, ആന്റൺ PM, ജോൺ TV, സീനിയർ പേഴ്സണൽ മാനേജർ സെബി KA, സീനിയർ സെയിൽസ് ഹെഡ് സിനോ ജോൺസൺ തുടങ്ങിയവർ സംബന്ധിച്ചു. രുചിവൈവിധ്യങ്ങളുടെ രസക്കൂട്ടുമായി കേച്ചേരി പന്നിത്തടം റോഡിൽ റോയൽ ടേസ്റ്റ് ഫാമിലി റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. 1/4 നൂറ്റാണ്ടിലധികമായി കൊതിയൂറും വിഭവങ്ങളുമായി പാവർട്ടിയുടെ മനം നിറച്ച വെൽക്കം ഹോട്ടലിന്റെ സഹോദര സ്ഥാപനമാണ് കേച്ചേരി പന്നിത്തടം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള റോയൽ ടേസ്റ്റ് ഫാമിലി റെസ്റ്റോറന്റ്. ദാരുൽ ബദാർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച റോയൽ ടേസ്റ്റ് ഫാമിലി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നാട മുറിച്ചുകൊണ്ട് PK അക്ബർ നിർവഹിച്ചു. PMS തങ്ങൾ ബ്രാലം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കെട്ടിടം ഉടമ ഇമ്പിച്ചിക്കോയ തങ്ങൾ ഏറ്റുവാങ്ങി.
രുചിക്കൂട്ടുകളുടെ വിസ്മയവുമായി ദം ബിരിയാണി, ഹൈദരാബാദി, തലശ്ശേരി, മലബാർ ബിരിയാണി, പൊറോട്ടയിൽ വൈവിധ്യം തീർത്ത് ലെയർ, കോയിൻ, വീറ്റ് പൊറോട്ട, ബാർബിക്യൂ, ഷവർമ, തന്തൂരി, ചൈനീസ് വിഭവങ്ങളും തീൻമേശയിൽ രസക്കൂട്ടൊരുക്കുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറുകളും ലഭ്യമാണ്. കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. റോയൽ ടേസ്റ്റി ഫാമിലി റെസ്റ്റോറന്റ്, ദാറുൽ ബദാർ ബിൽഡിംഗ്, പന്നിത്തടം റോഡ്, കേച്ചേരി. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 97 46 77 06 59 70 12 02 29 63. മായം ചേർക്കാത്ത രുചികരമായ ഭക്ഷണ വൈവിധ്യങ്ങളുമായി ചാവക്കാട് മുതുവട്ടൂർ നാഷണലൈസ് ഫുഡ് പാലസ് പ്രവർത്തനം ആരംഭിച്ചു. ചാവക്കാട് ആദ്യമായി 5000 സ്ക്വയർ ഫീറ്റിൽ ഫാമിലി മൾട്ടി കസിൻ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് രുചിക്കൂട്ടുകളുടെ കലവറയുമായി നാഷണലൈസ് ഫുഡ് പാലസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. വ്യത്യസ്തമായ ഷവർമ, ടർക്കിഷ് കബാബ്, മറ്റ് അറേബ്യൻ വിഭവങ്ങളും ലഭ്യമാണ്. ജ്യൂസുകൾ, ഷേക്സ്, മൊജിറ്റോസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. ശനി, ഞായർ ദിവസങ്ങളിൽ സ്പെഷ്യൽ ഓഫറുകളും ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. നാഷണലൈസ് പാരഡൈസ് ഗുരുവായൂർ, നാഷണലൈസ് ഷവർമ ഹബ് വടക്കേക്കാട് എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. നാഷണലൈസ് ഫുഡ് പാലസ് മൾട്ടി കസിൻ റെസ്റ്റോറന്റ്, നക്ഷ ടവർ, ഓപ്പോസിറ്റ് മുനിസിപ്പൽ കോർട്ട്, മുതുവട്ടൂർ, ചാവക്കാട്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 82 81 84 01 01 82 81 85 01 01. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ 51 കലശാഭിഷേകം ഭക്തിസാന്ദ്രമായി. മണ്ഡലമാസം 1-ാം തീയതി നടന്ന കലശാഭിഷേകത്തിന് കോമരം വാസുദേവൻ തന്ത്രി, മേൽമണ്ടയൂർ മന അനൂപ് നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഭക്തർക്ക് നിയന്ത്രണം ഒരുക്കിയിരുന്നു. ചടങ്ങുകൾക്ക് രാജു മാരാത്ത്, പ്രമോദ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലകാലമായ 41 ദിവസം ചടങ്ങുകൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. ചെറുവത്താനി പള്ളത്ത് കുമാരന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കാറ്റിലും മഴയിലും സമീപമുള്ള വീട്ടിലെ മരം പൊട്ടി ടെറസിലേക്ക് വീഴുകയായിരുന്നു. ഇനി നവമാധ്യമ കാഴ്ച. സൈക്കിൾ ചവിട്ടുന്നത് നല്ലൊരു വ്യായാമമാണെന്നതിൽ തർക്കമില്ല. അതുപോലെ സൈക്കിൾ നടത്തവും. ഇനി മുതൽ സൈക്കിളിൽ കയറി ചവിട്ടുന്നതിനു പകരം നടക്കാം. യാത്രയ്ക്കൊപ്പം വ്യായാമവും ആകും. കുന്നംകുളത്ത് നിന്ന് ബീമോൻ നൽകിയ ദൃശ്യം.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4750 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4740 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. കുന്നംകുളം അടുപ്പുട്ടി സെന്റ് മേരീസ് മഗ്ദലിൻ കോൺവെന്റിലെ ബദർ സിസ്റ്റർ ബർബാര OCC നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം കോൺവെന്റിലെ ചാപ്പലിൽ ചൊവ്വാഴ്ച രാവിലെ 10-ന് മാത്യൂസ് മാർ സേവറിയോസ് തിരുമേനിയുടെയും ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെയും കാർമ്മികത്വത്തിൽ നടക്കും. കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന മദർ സിസ്റ്റർ അടുപ്പുട്ടി സെന്റ് മേരീസ് മഗ്ദലിൻ കോൺവെന്റിലും കുന്നംകുളം MJD സ്കൂളിലും അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പ്. LDF-ൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. UDF-ൽ പലയിടത്തും അന്തിമ രൂപമായില്ല. LDF-ഉം NDA-യും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണവും തുടങ്ങി. കുന്നംകുളത്ത് ഇടത് പട്ടികയിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ നിലവിലെ പട്ടികയിൽ നിന്ന് 5 പേർ മത്സരരംഗത്ത്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി മണ്ഡലമാസാരംഭം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് കർശനമായ കോവിഡ് നിയന്ത്രണങ്ങളോടെ തുടക്കമായി. മണ്ഡലകാലത്ത് തീർത്ഥാടകരില്ലാതെ ഗുരുഭവനപുരി. ക്ഷേത്രത്തിൽ മണ്ഡലശുദ്ധി സമാപിച്ചു. പഞ്ചഗവ്യ അഭിഷേകം തുടങ്ങി. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട കാർ 3 വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് സമീപത്തെ കടയിലേക്ക് കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കായ്പ്രമ്പ് ബാറിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ 2 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTVonline.tv സന്ദർശിക്കുക. നമസ്കാരം.